കൊല്ലം കൊട്ടാരക്കരയിൽ അതിക്രൂര കൊലപാതകം. ഭാര്യയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ച ശേഷം കഴുത്തറുത്ത് കൊന്നു. കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശിനി സരസ്വതി അമ്മയാണ് മരിച്ചത്. കൊലപാതകത്തിന് ശേഷം ഭർത്താവ് സുരേന്ദ്രൻപിള്ള പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ഈ സംഭവം ചെറിയ വീട്ടുവഴക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്ന പറഞ്ഞത്, പക്ഷെ പുറത്താരും അറിയത്തക്ക രൂപത്തിലില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അവിചാരിതമായിട്ടുള്ളൊരു സംഭവമാണ്. ഇങ്ങനെ സാഹചര്യം ഉണ്ടാകുമെന്നൊരു വിചാരമില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ ആൾ വിളിച്ച് പറയുകയാണ് ഇങ്ങനെ കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഓടി വരുന്നത്. കിടപ്പ് അടുക്കളയ്ക്ക് തൊട്ടിപ്പുറത്തെ മുറിയില്ല. അവരും ഭർത്താവ് അവരുടെ. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, വിശദാംശങ്ങൾ. അക്ഷയ, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നത്. അതിക്രൂരമായ കൊലപാതകമാണ് കൊട്ടാരക്കരയിൽ ഉണ്ടായത്. വീട്ടമ്മയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കഴുത്തറുത്ത് കൊല്ലുകയാണ് ഉണ്ടായത്. ഭർത്താവാണ് ചെയ്തത്. ഭർത്താവ് സുരേന്ദ്രൻ പിള്ളയാണ്. ഇവർ തമ്മിൽ നിരന്തരം വഴക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ്, അതായത് കുടുംബ വഴക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മാത്രമല്ല, ഈ സരസ്വതിയമ്മയെ സുരേന്ദ്രൻ പിള്ളയ്ക്ക് സംശയം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിരന്തരം തർക്കങ്ങൾ ഉണ്ടാകുകയും വഴക്കുകൾ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ ഇതിൽ കുടുംബം ഇടപെടുകയും ചില തർക്കങ്ങൾ പരിഹരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം കുറച്ചുനാൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ പോവുകയാണ് ചെയ്തത്. കഴിഞ്ഞ ഓണത്തിന് മുൻപ് വരെ വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് ഓണ സംബന്ധമായിട്ടുള്ള സദ്യയും പരിപാടികളൊക്കെ വീട്ടിൽ നടന്നത്. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ വീണ്ടും ഇത്തരത്തിൽ സുരക്ഷയും എല്ലായ്മ ഉണ്ടാകുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത്. സുരേന്ദ്രൻപിള്ള നേരത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ഭാര്യയെ താൻ കൊലപ്പെടുത്തിയെന്ന് പറയുകയാണ് ചെയ്തത്. എന്നാൽ പോലീസ് ആദ്യം വിശ്വാസത്തിലെടുക്കാൻ കൂട്ടാക്കിയില്ല. പിന്നീട് മറ്റു പോലീസുകാരെ വിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ കൊലപാതകം നടന്നായിട്ടുള്ള തെളിയുന്നത്. എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ്. ഇതിൽ പ്രാഥമികമായ ഒരു വിവരം എന്ന് പറയുന്നത് കുടുംബ വഴക്ക് തന്നെയാണ്. ഇരുവരും തമ്മിലുണ്ടായ തർക്കവും അതുപോലെ തന്നെ ഈ സംശയമാണ് ഈ വഴക്കുണ്ടാകുകയും അതിനുശേഷം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിനുള്ള പ്രധാന കാരണമെന്നാണ് വിലയിരുത്തുന്നത്. അക്ഷയ.